ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികം എങ്കിലോ അത് നിങ്ങൾക്ക് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 38-ാം വാക്യം. തർക്കങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളും വാഗ്വാദങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ സമയങ്ങളിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കേണ്ടത് എത്ര ആവശ്യമാണ് എന്ന് ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുകയാണ്. ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ ഈ മനുഷ്യരുടെ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക, അത് മാനുഷികമാണ് എന്ന് വരികിൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത്, മനുഷ്യൻ്റെ പ്രവൃത്തിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ളത് ആണ് എങ്കിൽ അത് നശിച്ചു പോകും, സംശയമില്ല എന്ന് ഗമാലിയേൽ പറയുകയാണ്. മനുഷ്യന് തൻ്റെ വഴികൾ ചൊവ്വുള്ളത് എന്ന് തോന്നും, എന്നാൽ അത് മരണ വഴികൾ അത്രേ എന്ന് നാം സദൃശ്യവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ ഭൂമി അത് സൃഷ്ടിച്ചവനായ ദൈവം, ഈ മനുഷ്യൻ അവനെ മെനഞ്ഞെടുത്തവനായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വെച്ചിരിക്കുന്ന പദ്ധതി, ദൈവികമായ ആ പദ്ധതി ഒഴികെ മറ്റൊന്നും വിജയിക്കുകയില്ല എന്നത് പരമമായ ഒരു സത്യമാകുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് എങ്കിൽ അത് നിശ്ചയമാകും നടപ്പിലാവുക തന്നെ ചെയ്യും. ദൈവത്തോട് എതിർത്ത് നിന്ന് ദൈവത്തോട് പോരാടുന്ന ഭോഷന്മാരായി നിങ്ങൾ മാറരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ, ദൈവത്തിൻ്റെ കയ്യിലെ ഉത്തമ ഉപകരണമായി മാറുവാൻ നാം വിസമ്മതിക്കുന്നു എങ്കിൽ ഉടഞ്ഞ ഒരു പാത്രമായി നാം മാറുകയാണ്. കുശവൻ്റെ കയ്യിൽ ഇണങ്ങിയ കളിമണ്ണായി നാം ഇരിക്കുമ്പോൾ അവൻ നല്ല രൂപങ്ങൾ നമ്മിൽ മെനഞ്ഞെടുക്കും. തകർന്നു പോകാതെ ദൈവത്തിൻ്റെ കൈകളിൽ ഇണങ്ങുന്ന ഉപകരണമായി നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. ഫിലിപ്പിയർ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിച്ചവർക്ക് നൽകുന്ന നീതി അതു തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കുക. ഈ അവസ്ഥയിൽ ജീവിക്കുവാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അനാവശ്യമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വൃഥ നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിയോട് കൂടെ ചേർന്ന് നിന്ന് എൻ്റെ പ്രവൃത്തിയാലല്ല, ദൈവത്തിൽ നിന്നുള്ളത് തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കണം, കർത്താവെ എന്നോട് കൃപയുണ്ടാകണമേ എന്ന മനോഭാവത്തോടെ ദൈവികമായ ദൈവത്തിൽ നിന്നുള്ളവ ചെയ്തെടുത്ത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയട്ടെ.